റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക ഉയർത്താതിരിക്കുകയും ഡോക്ടർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ ഒന്നടങ്കം ഡിസ്പെൻസറി പൂട്ടിയിട്ട ശേഷം സഹപ്രവർത്തകയുടെ കല്യാണത്തിൽ സംബന്ധിക്കുവാനും പോയ സംഭവത്തിൽ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം ഡിസ്പെൻസറിയിലെത്തി പരിശോധന നടത്തി. ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിലെ സീനിയർ സൂപ്രണ്ട് ഹാരിസൺ പെരേര, ദക്ഷിണ മേഖലാ ഓഫീസിലെ സീനിയർ ക്ലാർക്ക് രാജീവ് എന്നിവരാണ് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തിയത്. 26-ാം തീയതി ഇന്നലെ നടന്ന ഇൻസിഡന്റിനെ പറ്റി അന്വേഷണം നടത്താനായിട്ട് ഡയറക്ടർ വിട്ടിരിക്കുകയാണ്. ഞങ്ങളെ ഇവിടെ ഇന്നലെ നടന്നവരുടെ മൊഴിയെടുക്കുക, എന്താണ് ഇന്നലെ ഇവിടെ സംഭവിച്ചത്, നിങ്ങളെ കൂട്ടിയിട്ടിരുന്നോ, ആരൊക്കെ ഡ്യൂട്ടിക്ക് വന്നു, ആരൊക്കെ വന്നില്ല, ആരുടെ ഭാഗത്തുനിന്നാണ് വീഴ്ച വന്നത്, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതിനെ പറ്റി വിശദമായ റിപ്പോർട്ട് ഡയറക്ടർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഭാഗമായിട്ടാണ് ഇവിടെ ഞങ്ങൾ വന്നിരിക്കുന്നത്. എഴുതി ഡയറക്ടർ കൊടുക്കാതെ ഗവൺമെന്റ് സമർപ്പിക്കുകയും. ആശുപത്രിയിലെ ആകെയുള്ള 11 ജീവനക്കാർക്കെതിരെയും ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. എല്ലാവരും ഹാജർ ബുക്കിൽ കൃത്രിമം കാട്ടിയിട്ടുള്ളതായും നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. സംഭവം വിവാദമായതിനെ തുടർന്ന് ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണം പുനലൂർ ഡെപ്യൂട്ടി തഹസിൽദാർ ആർ ശ്രീകുമാർ, ഡിസ്പെൻസറിയുടെ ചുമതലയുള്ള ഡോക്ടർ ജിത എന്നിവർ തിങ്കളാഴ്ച തന്നെ സ്ഥലത്തെത്തി പ്രാഥമിക തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഗുരുതരമായ ക്രമക്കേടുകളാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക അന്വേഷണത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത്. അറ്റൻഡൻസ് രജിസ്റ്റർ, ലീവ് രജിസ്റ്റർ എന്നിവയിൽ ഡോക്ടർമാരും ജീവനക്കാരും കൃത്രിമം നടത്തിയിട്ടുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്. വിശദമായ പരിശോധനയ്ക്കും തെളിവെടുപ്പിനുമായി ഉന്നത ഉദ്യോഗസ്ഥർ വീണ്ടും എത്തുമെന്നും സൂചനയുണ്ട്. ന്യൂസ് ഡെസ്ക് ജില്ലാ വിഷൻ 5.